എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ എങ്ങനെയാണ് ഒരു ടസൽ തയ്ക്കുക എന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മൾ നോർമലി ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തായിട്ട് തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിയിലുള്ള ടസൽ എങ്ങനെയാണ് തയ്ക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടതാ ഇതുപോലൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ വീതിയും നീളവും ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് ടസലിൻ്റെ വലിപ്പം എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇത് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡോരി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് വേണം. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 27 ഇഞ്ചാണ്. ഇതും തന്നെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാം. എന്നിട്ട് ഇതാ നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് നടുമടക്കി കൊടുക്കാം. നടുമടക്കിയതിന് ശേഷം ആദ്യം നമുക്കിതാ ഇവിടെ ഒന്ന് ക്ലോസ് ആക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കണം, ഒരു കുറച്ച് ഭാഗം. എന്നിട്ട് നമുക്ക് ഇതാ ഫൂട്ട് പൊക്കിയിട്ട് ഇതുപോലെ തിരിച്ച് താഴ്ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ഈർക്കിളെടുത്തതിന് ശേഷം ഇതിനെ കുത്തി അങ്ങ് മറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഡോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പീസ് നമ്മൾ നോർമലായിട്ട് ചെയ്യുക ഇതാ ഇങ്ങനെയാണ്, ഇങ്ങോട്ട് ക്രോസ് ആക്കി മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തോട്ട് ഇതുപോലെ നമ്മുടെ ഡോരി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങോട്ടേക്കാക്കിയിട്ട് ക്രോസ് ആക്കിയിട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗം എത്തുമ്പോൾ ദാ ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് വീണ്ടും ഫൂട്ട് താത്തിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇവിടെ തയ്ക്കുമ്പോൾ നമ്മുടെ ഡോരീൻ്റെ മേലെ തയ്യൽ കൊള്ളരുത് കേട്ടോ. ഇനി നമുക്ക് ദാ ഈ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ വെച്ചിട്ട് ഈർക്കിൾ ഉപയോഗിച്ചിട്ട് കുത്തിയിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുത്തിയിട്ട് നമ്മളെ ഡോരിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മറിച്ചിട്ട് കൊണ്ടുവരേണ്ടത്. ഇതുപോലെ ഈർക്കിൾ ഉപയോഗിച്ച് കുത്തിയിട്ട് നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനില്ലേ, നമ്മൾ ഫസ്റ്റ് തയ്ച്ച ആ ഒരു ഭാഗം ഈ ഡോരിയുടെ അവിടെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോരി അകത്തായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതാ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ക്ലോസ് ചെയ്തെടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡോരി ഇവിടെ വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്